പ്രധാനമന്ത്രിയുടെ ക്രിയേറ്റർ അവാർഡ് വാങ്ങിയ ഒരാൾക്ക് ഇങ്ങനെ പറയാൻ കഴിയുമോ? ഇത്തരത്തിലുള്ളവരാണോ പ്രധാനമന്ത്രിയുടെ കണ്ണിൽ മിടുക്കന്മാരെന്ന് ചോദിച്ചു പോവുകയാണ്. പ്രമുഖ പോഡ്കാസ്റ്ററും യൂട്യൂബറുമായ രൺവീർ അൽഭാദിയുടെ വിവാദ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമായി മാറുകയാണ്. പ്രമുഖ സ്റ്റാൻഡപ്പ് കൊമേഡിയനായ സമയ് റൈനയുടെ യൂട്യൂബ് ഷോയായ ഇന്ത്യാസ് ഗോട്ട് ലെറ്റിനിടയിലായിരുന്നു ബിയർ ബൈസെപ്സ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ താരമായ ഇയാളുടെ പരാമർശം. മാതാപിതാക്കളുടെ ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ട അശ്ലീല പരാമർശമാണ് ഇയാൾ നടത്തിയത്. ഇതിനെതിരെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ രംഗത്തേക്ക് വന്നു. വളരെ അശ്ലീലമായ പരാമർശം എന്നായിരുന്നു മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ വിഷയത്തിലുള്ള പ്രതികരണം. മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നവർ നടപടി നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വർ പരാതി നൽകിയെന്ന് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചിരുന്നു. പരിധി കടന്നുള്ള പരാമർശത്തിനെതിരെ മുംബൈ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും രാഹുൽ ഈശ്വർ വ്യക്തമാക്കിക്കൊണ്ട് തന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ പരാതിയുടെ ഒരു പകർപ്പും പങ്കുവച്ചു. കൂടാതെ ഈ വിഷയത്തിൽ BJD MP സസ്മിത് പങ്കുവച്ച പ്രതികരണമാണിപ്പോൾ ഏറ്റവും ശ്രദ്ധ നേടുന്നത്. അയാളെ പാർലമെന്റിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടിട്ട് വരാം. How do you see this? No, I think it's extremely unfortunate, and as a member of the Parliamentary Standing Committee on Communication and IT, which also has information and broadcasting as part of it, I'm going to take this up with the committee. We'll be meeting recently for the demand for grants, and I would want that there should be stricter guidelines and stricter punishment measures for such disparaging remarks that are used so loosely, especially when such impressionable minds, young minds follow such YouTubers. I think it's extremely unfortunate. I've strongly condemned it yesterday. I strongly condemn it now. And I hope that the investigation agencies who are doing their job should do it well, and whatever appropriate action should be taken. രാഹുൽ ഈശ്വറിന് പുറമെ മുംബൈയിലെ 2 അഭിഭാഷകരും വിഷയത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയതിനെതിരെ മഹാരാഷ്ട്ര വനിതാ കമ്മീഷനും മുംബൈ പോലീസ് കമ്മീഷണർക്കും ഇവർ കത്തും സമർപ്പിച്ചിട്ടുണ്ട്. മുംബൈ പോലീസ് ആൻഡ് റീജിയണൽ പോലീസ് സ്റ്റേഷൻ SHOയ്ക്കാണ് പരാതി നൽകിയതെന്നും BNS 296 കീഴിൽ പരാതി നൽകിയതെന്നും രാഹുൽ ഈശ്വറും എക്സിൽ കുറിച്ചു. ഷോ നടന്ന മുംബൈയിൽ സ്റ്റുഡിയോയിൽ പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. അഡൽട്ട് വിഭാഗത്തിൽ വരുന്ന കണ്ടന്റ് അല്ല ഇതെന്നും കൊച്ചുകുട്ടികൾക്ക് പോലും കാണാൻ സാധിക്കുന്ന തരത്തിലുള്ളതായിരിക്കണമെന്നും മാധ്യമപ്രവർത്തകനായ നിലേഷ് മിശ്ര പ്രതികരിച്ചു. ഈ ക്രിയേറ്റേഴ്സിനോ പ്ലാറ്റ്ഫോമിനോ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്ത ബോധവുമില്ല എന്നും പൊട്ടിച്ചിരിയോടെയാണ് ഈ പരാമർശത്തെ പരിപാടിയിൽ പങ്കെടുത്തവരും മറ്റ് പാനലിസ്റ്റുകളും ആഘോഷിച്ചത് എന്നതിൽ തനിക്ക് അത്ഭുതമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രേക്ഷകർ ഇത്തരം ആളുകളെയും പരാമർശങ്ങളെയും നോർമലൈസ് ചെയ്യുകയും ആഘോഷിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം തന്റെ എക്സിൽ കുറിച്ചു. തന്റെ ഭാഗത്തു നിന്നുണ്ടായത് മോശം പരാമർശമായിരുന്നുവെന്നും മാപ്പ് ചോദിക്കുന്നു എന്നുമാണ് രൺവീറിന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം. തന്റെ പരാമർശം അനുചിതം മാത്രമല്ല, അത് തമാശ പോലും ആയിരുന്നില്ല. കോമഡി എന്റെ മേഖലയല്ല, ഞാൻ മാപ്പ് പറയാനാണ് വന്നത്. ഇങ്ങനെയാണോ ഞാൻ എന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതെന്ന് നിങ്ങളിൽ പലരും ചോദിച്ചു. തീർച്ചയായും ഇങ്ങനെയല്ല ഞാൻ അതിനെ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇത് സംഭവിച്ചതിൽ യാതൊരു തരത്തിലുമുള്ള ന്യായീകരണവും തനിക്ക് നൽകാനാകില്ല എന്നും എല്ലാ പ്രായത്തിലുള്ളവരും പോഡ്കാസ്റ്റ് കാണുന്നതാണെന്നും ആ ഉത്തരവാദിത്തത്തെ ചെറുതായി കാണുന്നില്ല എന്നും കുടുംബങ്ങളോട് അനാദരവ് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മെച്ചപ്പെട്ട വ്യക്തിയാകുമെന്ന് ഞാൻ വാക്ക് തരുന്നു. വീഡിയോയിലെ ആ ഭാഗം നീക്കം ചെയ്യാൻ ഞാൻ ബന്ധപ്പെട്ടൊരു ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മാപ്പ് പറയുന്നുവെന്നും ഒരു മനുഷ്യനെ കണ്ട മാപ്പ് തരും എന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും തന്നെ എക്സിൽ പങ്കുവച്ച വീഡിയോയിലൂടെ ഇയാൾ പറഞ്ഞു. ആ വീഡിയോ കൂടി കാണാം. My comment wasn't just inappropriate, it wasn't even funny. Comedy is not my forte. I'm just here to say sorry. Many of you asked if this is how I wish to use my platform, and obviously this is not how I wish to use it. I'm not going to give any context or justification or reasoning behind whatever happened. I'm just here for an apology. I personally had a lapse in judgment. It wasn't cool on my part. The podcast is watched by people of all ages. Don't want to be the kind of person that takes that responsibility lightly. And family is the last thing that I would ever disrespect. Need to use this platform better. That's been my learning from this whole experience. I promise to just get better. I've asked the makers of the video to remove the insensitive sections from the video. And all I can say in the end is, I'm sorry. I hope you can forgive me as a human being.